ഹലോ മച്ചാമാരെ, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന നല്ല ശുദ്ധമായ നെയ്യ്. അതിനായിട്ട് നമ്മൾ തന്നെ പാൽപ്പാടയാണ് ഇവിടെ എടുക്കുന്നത്. ഏകദേശം 3-4 മാസത്തോളം എടുത്ത് വെച്ച പാൽപ്പാടയാണിത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് കുറച്ച് നേരം ചൂടാക്കാൻ വെക്കണം. ചൂടായ ശേഷം അതിക്ക് പാടിടുക. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ പാൽപ്പാടം ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫാസ്റ്റിൽ മെൽറ്റ് ആവാൻ വേണ്ടി മേലക്കൂടെ കുറച്ച് ഉരുകിയ പാട മേലക്കൂടെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ നീക്കി മാറ്റിയാൽ മതി. കുറച്ചും കൂടി ഫാസ്റ്റിൽ ഉരുകിയോളും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കുമ്പം ലോ ഫ്ലെയിമിലിടണം. ഞാൻ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ ഏറ്റവും ലോ ആയിട്ട് 88-ലാണ് ഇട്ടത്. ഏകദേശം പാൽപ്പാട് ഉരുക്കി ചെറിയ കഷ്ണമായിട്ടുണ്ട്. നമുക്ക് കാണാം, ഇതിൽ പീസ് കാണാനില്ല. ഒരു ചെറിയ പീസ് മാത്രമേ ഇതിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഉരുക്കിയിട്ടുണ്ട്. നെയ്യുണ്ടാക്കണമെങ്കിൽ ഏകദേശം നമ്മുടെ പാൽപ്പാടൊക്കെ അനുസരിച്ച് 1.5-2 മണിക്കൂർ നിർത്താതെ അളക്കണം. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം അത് ഇളക്കി ഞാൻ വരെ കൊഴിഞ്ഞവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് 2 ആൾക്കാരുണ്ടായാൽ ഒന്നും കൂടി സുഖാകാരം. അപ്പം അതങ്ങ് പാൽപ്പാടങ്ങനെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പം അതാ പാൽപ്പാട തിളച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ 88-ലിട്ട് ലോ ഫ്ലെയിമിൽ ഇതാക്കണം. ഉള്ളിൽ വെച്ചിട്ട് ലോയിലാക്കിയാൽ മുഖത്തേക്ക് തെറിക്കാതെ വെക്കും. ഇനിയാണ് ചെറുതായിട്ട് ഇങ്ങനെ പാൽപ്പാട നെയ്യും വേർതിരിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം സൈഡിൽ കാണുന്നത് പോലെ നെയ്യ് ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നുണ്ട്. ഈ നേരത്ത് നല്ലോണം അളക്കേണ്ടതാണ്. പുറത്ത് ഭയങ്കര വെയിലാണ്. നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഇങ്ങനെ വേർതിരിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. വീണ്ടും അളക്കുമ്പോൾ ഇതുപോലെ നെയ്യ് നല്ലോണം കാണും. റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് കുറച്ചു നേരം അളക്കാതെ നിന്നാൽ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിർത്താതെ ഇങ്ങനെ ഇളകിക്കൊണ്ട് ഇത് ഈ രൂപത്തിലാവുമ്പോൾ നിർത്തേണ്ടതാണ്.
കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാട് മൊത്തം നെയ്യിൻ്റെ പാടകൾ, നെയ്യുറ്റുകൾ തെറിച്ച് കിടക്കുന്നതാണ് കരണ്ടാവുക. കുറച്ചേരും കൂടി ഈ രൂപത്തിലായതിനു ശേഷം അളക്കണം. ഈ നെയ്യുണ്ടാക്കുന്ന പ്രോസസ്സിൽ കൂടുതൽ നേരം അളക്കാണ് വേണ്ടത്. അതിന് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഈ പാരകത്ത് വന്നപ്പോൾ നമ്മൾ ഓഫാക്കിയത്. ഇനി നമ്മൾ നെയ്യ് വേർതിരിച്ചൊരു കുപ്പിയിലോട്ടാക്കാൻ പോവാണ്. പതിയെ നമ്മുടെ കുപ്പി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 350 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 500 ഗ്രാം നെയ്യ് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ അടിയിലെ ചണ്ടി വരുമ്പോൾ നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ചാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ എടുത്തത് എൻ്റെ 2ാമത്തെ കുപ്പിയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയ ശേഷം വെച്ചിരുന്ന ഇതാണ് ഈ കുപ്പി. ഏകദേശം നമുക്ക് 500 ഗ്രാമിനടുത്ത് നെയ്യ് കിട്ടിയാണ്. ഈ നെയ്യ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന നെയ്യിൻ്റെ ഈ പാൽപ്പാടിൻ്റെ ചണ്ടുണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. വീണ്ടും നെയ്യ് ഉണ്ടാക്കാം. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം അത് നമുക്ക് നല്ല ക്രിസ്റ്റൽ യെല്ലോ കളറിൽ അടിപൊളി നെയ്യ് കിട്ടിയാണ്. ഈ ബാക്കി വന്ന ചണ്ടി നമുക്ക് വേണമെങ്കിൽ തിന്നാനും പറ്റും കേട്ടോ. ചിലര് സാധാ പോലെ തിന്നും, ചിലര് പഞ്ചസാരയും തേങ്ങയിട്ട് തിന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.